ഇതൊരു മന്ത്രിക്കെതിരായിട്ടാണ് ഏതെങ്കിലും ഒരു പരാമർശം ഹൈക്കോടതിയിൽ നിന്ന് വന്നതെങ്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഷാജി രാഘവൻ ഉൾപ്പെടെ ഇവിടെ എന്തൊരു വിധത്തിലുള്ള വർത്തമാനമായിരുന്നതിന് മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലയിലേക്ക് എന്താ ഗവർണർ രാജിവെക്കണ്ടേ? ശ്രീ എ സമ്പത്ത്, ഇതിൽ CPM RSS പോരിന്റെ രാഷ്ട്രീയ വശമുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊരു സർവകലാശാലയാണല്ലോ. സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർ എന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. സിൻഡിക്കേറ്റിന് ഒരു രജിസ്ട്രാറും വൈസ് ചാൻസലർക്ക് വേറൊരു രജിസ്ട്രാറും. ഇങ്ങനെ കേരളത്തിലെ ഏറ്റവും പഴയ, ഏറ്റവും പ്രഖ്യാതമായ, ഏറ്റവും വലിയ സർവകലാശാല ഭരണപരമായി മുന്നോട്ട് പോകുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കേരള സർവകലാശാലയിൽ ഇപ്പോൾ വിദേശത്ത് പോയിട്ടുള്ള വൈസ് ചാൻസലർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതായ വ്യക്തി, ഞാൻ അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അദ്ദേഹവും ഒരു പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നതുകൊണ്ട് പറയുകയാണ്. ആ ബഹുമാനം വൈസ് ചാൻസലർ എന്നുള്ള ബഹുമാനമല്ല. കാരണം അദ്ദേഹം വൈസ് ചാൻസലർ അല്ല, താൽക്കാലിക വൈസ് ചാൻസലറായിട്ടാണ് കേരളത്തിലെ ഗവർണർ അങ്ങനെ നിയമിച്ചിട്ടുള്ളത്. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് നമ്മുടെ കേരള സർവകലാശാലയുടെ ആക്ട്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ആക്ട്, സ്റ്റാറ്റ്യൂട്ടുകൾ അനുസരിച്ച് നിയമസഭ പാസ്സാക്കിയിട്ടുള്ളതാണ് ആക്ട്. അതനുസരിച്ച് നിയമാനുസരണമുള്ളൊരു വ്യവസ്ഥയുണ്ട്. നമ്മൾ പറയുമ്പോൾ പല ഷാജി രാഘവനും ഈ കാര്യത്തിൽ യോജിക്കുമായിരിക്കും, രാഷ്ട്രീയം മാറ്റി വയ്ക്കും. ദ ലോ ആൻഡ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അപ്പോൾ ചെണ്ടയ്ക്ക് കീഴിലുള്ള വാദ്യമേ കഴിയുള്ളൂ. ഒന്നാം ഇവിടെ താൽക്കാലിക VC വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളപ്പോൾ ആ താൽക്കാലിക VCയുടെ തന്നെ ചുമതല മറ്റൊരു വ്യക്തിക്ക് നൽകുകയാണ്. ഞാൻ ഒരു അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ആൾ, ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലും അക്കാഡമിക് കൗൺസിലും അംഗമായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ, വിദ്യാർത്ഥി രംഗത്ത് നിന്ന് കടന്നു വന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കും. ഈ അഭിഭാഷകരുടെ ഭാഷയിൽ ഡെലിഗേറ്റസ് നോൺ പൊട്ടസ് ഡെലിഗാറെ എന്ന് പറഞ്ഞിട്ടൊരു ലാറ്റിൻ മാക്സിമുണ്ട്. ഒരിക്കൽ തൻ്റേതായ അധികാരം മറ്റൊരാളിലേക്ക് ഡെലിഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ വ്യക്തിക്ക് മറ്റൊരാളിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഇപ്പോൾ വിദേശത്ത് പോയിട്ടുള്ള വൈസ് ചാൻസലർ ഗവർണറുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളതെങ്കിൽ ഒന്നാമത്തെ കാര്യം, തൻ്റെ ചുമതല മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്തത് നിയമപരമായി അത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ നടപടികൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യം, ഗവർണർ എന്നുള്ള നിലയിൽ, ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഗവർണർ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു സ്റ്റേച്ചർ, ആ ഒരു മാന്യത അതെല്ലാം പുലർത്തി അത്തരത്തിൽ പെരുമാറുന്നതിന് പകരം ഈ റഫറി കളത്തിലിറങ്ങി കളിക്കുന്നത് പോലെ ഇറങ്ങി കളിക്കുക, ഒരു നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ആ നിയമത്തെ ഗവർണർ എന്നുള്ള നിലയിലല്ല, ചാൻസലർ എന്നുള്ള നിലയിലാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച്, കേരള സർവകലാശാല നിയമം അനുസരിച്ച് ചാൻസലർ ആരാണ്? ഞാൻ അതിലേക്ക് വരുന്നത്. അഭിലാഷേ ഞാൻ സമ്മതിച്ചു. ഞാൻ അതിലേക്ക് വരികയാണ്. അഭിലാഷേ, ഞാൻ അതിലേക്ക്, എനിക്ക് ഒരു മിനിറ്റ് മാത്രം ഇതിൽ തന്നാൽ മതി. ഈ കേരളയിൽ ആര് ജയിക്കുമെന്നുള്ളതല്ല, ഇപ്പോൾ വിദേശത്ത് പോയിട്ടുള്ള വൈസ് ചാൻസലർ തൻ്റേതായ താൽക്കാലിക ചുമതല ഏതാനും ദിവസത്തേക്ക് കൊടുത്തിട്ടുള്ളതൊരു വ്യക്തി ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലൊരു നടപടി എടുത്തിട്ടുണ്ട് എങ്കിൽ അത് കോടതി അലക്ഷ്യമാണ്. ആ മാന്യ വനിത കോടതി അലക്ഷ്യമാണ്. നത്തിങ് എൽസ് ബട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് എന്ന് പറയാം. കേരള യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ വകുപ്പ് 10-14 നിങ്ങളൊന്ന് പരിശോധിക്കണം. സെക്ഷൻ 10 സബ്സെക്ഷൻ 14 കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ട്. ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇവിടെ വൈസ് ചാൻസലർക്ക് ചെയ്യാൻ കഴിയുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ താഴെയുള്ള ജീവനക്കാരുടെ മേലാണ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ളതും ശിക്ഷണ നടപടികളും കൈക്കൊള്ളാൻ കഴിയുക. ഡെപ്യൂട്ടി രജിസ്ട്രാർ മുതൽ മുകളിലേക്കുള്ള ആ ഉദ്യോഗസ്ഥരുടെ മേലുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളേണ്ടത് സിൻഡിക്കേറ്റാണ്. ഇനി സിൻഡിക്കേറ്റിൻ്റെ അധികാരം താൻ കൈക്കൊള്ളുന്നു എന്നുള്ള നിലയിലാണ് വൈസ് ചാൻസലറോ അല്ല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്നതായിട്ടുള്ളൊരു വ്യക്തിയോ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പറയുന്നത് എങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ആക്ട് സെക്ഷൻ 23 വകുപ്പ് 23(10) അനുസരിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സിൻഡിക്കേറ്റ് ഇല്ലാതിരിക്കുമ്പോൾ വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങൾ, അതായത് ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു നിയമസഭയും അതിനോട് ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരും ഇല്ലാതിരിക്കുമ്പോൾ ആർട്ടിക്കിൾ 356-ൻ്റേതായിട്ടുള്ള മറ്റു ഉപവകുപ്പുകളെല്ലാം വെച്ച് ഗവർണർ അത്തരത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ അധികാരം കൈയാളുന്നു എന്നുള്ളത് എക്സിക്യൂട്ടീവ് ഹെഡ്. ശരി, നമ്മൾ ജമ്മു കാശ്മീരിൽ കണ്ടതുപോലെ ഇവിടെ സെക്ഷൻ 10 സബ്സെക്ഷൻ 13 അനുസരിച്ച്
ഒരു വൈസ് ചാൻസലർ ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു നടപടി, ആ നടപടി കൈക്കൊള്ളുന്നുവെങ്കിൽ തൊട്ടടുത്ത സിൻഡിക്കേറ്റിൽ അത് ഉൾപ്പെടുത്തുകയും ആ തൊട്ടടുത്ത സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്ത് ആ സിൻഡിക്കേറ്റിൻ്റെ അംഗീകാരം തേടിയിരിക്കേണ്ടതുമാണ്. ഞാനതിൻ്റെ മലയാള പരിഭാഷയാണ് പറഞ്ഞത്. അതായത് വൈസ് ചാൻസലർ ഇല്ല, താൽക്കാലിക വൈസ് ചാൻസലർ. ആ വൈസ് ചാൻസലർ ഇത്തരത്തിലുള്ള നടപടിയെടുക്കുന്നുവെങ്കിൽ അത് ഗവർണറുടേതായ നിർദ്ദേശം അനുസരിച്ചാണ്, അല്ലെങ്കിൽ രാജ്ഭവന്റേതാണ്. ആ നടപടി വാസ്തവത്തിൽ റാറ്റിഫൈ ചെയ്യപ്പെടേണ്ടത് തൊട്ടടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിലാണ്. ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത്തരം ഒരു കാര്യം റാറ്റിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒറ്റ കാരണത്താൽ ആ നടപടി സ്വമേധയാ എങ്ങനെ സുവമോട്ടോ അത് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ വകുപ്പ് 23 സബ്സെക്ഷൻ 10 കൂടി പരിശോധിക്കുക. ഈ രാഷ്ട്രീയമായി എതിർത്ത് പറയുന്ന നിരവധി ആളുകൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു വൈസ് ചാൻസലർ ഒരു സിൻഡിക്കേറ്റ് യോഗത്തിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള, പിന്തുടരേണ്ടതായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ സിൻഡിക്കേറ്റിനെ ഓവർടേക്ക് ചെയ്യാൻ, സിൻഡിക്കേറ്റിൻ്റെ മുകളിലേക്ക് തനിക്ക് അത്തരത്തിൽ അധികാരമുണ്ട് എന്ന് കേരള സർവകലാശാലയിലല്ല, നമ്മുടെ സംസ്ഥാനത്ത് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് നിലവിൽ വന്നിട്ടുള്ള ഒരു സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരായി അത്തരത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എൻ്റെ അറിവിൽ ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല. ഇനി ഗവർണർ നിർദ്ദേശിച്ച അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളതെങ്കിൽ, ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം അഭിലാഷേ, ഒരു ചൊല്ലുണ്ട്, യജമാനൻ്റെ വീട്ടിലെ കാവൽ നായ്ക്ക് നൊന്താൽ യജമാനന് നോവും എന്നുള്ളത്. കാരണം യജമാനൻ മതിൽ ചാടിയാലോ വേലി ചാടിയാലോ ആ കാവൽ നായ കണ്ണടയ്ക്കും, കുരയ്ക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. സ്വന്തം വീട്ടിലുള്ളവർ പോലും ചിലപ്പോൾ പിടികൂടും, പക്ഷേ കാവൽ നായ പിടികൂടുകയില്ല. ഇവിടെ ഗവർണറുടെ അധികാരത്തിൻ്റെ അതിർത്തി ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സർവകലാശാലയിൽ തൻ്റെ രാഷ്ട്രീയമായ ഇച്ഛ നടപ്പാക്കുന്നതിന് വേണ്ടി സ്വേച്ഛാധികാരം പ്രയോഗിക്കുമ്പോൾ ഇത്തരത്തിൽ ഉപകരണമായി നിന്ന ഒരാളിൻ്റെ ആ നടപടിയാണ് ഇത് ചോദ്യം ചെയ്തതെങ്കിൽ, ഇവിടെ ഇന്ന് ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എന്താണ് വന്നിട്ടുള്ളത്? ഈ അനിൽകുമാർ 4 പേരെയാണ് റെസ്പോണ്ടൻസ് ആയി കൊടുത്തിട്ടുള്ളത്. ആ 4 പേരും ഇത്തരം കാര്യങ്ങൾ, 4 പേരെന്ന് പറഞ്ഞാൽ അതിൽ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിലേക്കും ഒഫീഷ്യേറ്റിംഗ് കപ്പാസിറ്റിയിലുമാണ്, സിൻഡിക്കേറ്റ് അടക്കം പ്രതിയാണ്. ഇവിടെ ഈ ഹർജി പിൻവലിക്കുന്നു. സ്വാഭാവികമായി ഈ കാര്യത്തിൽ അദ്ദേഹത്തെ സിൻഡിക്കേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി അടക്കം നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നിയോഗിക്കുകയും അനിൽകുമാറിനെ രജിസ്ട്രാറായി തിരിച്ച് നിയമിച്ചുകൊണ്ടുള്ളതും നേരത്തെ എടുത്ത തീരുമാനം റദ്ദാക്കപ്പെടും. ഇവർ റദ്ദാക്കേണ്ടത് തന്നെ എന്താണ്? ഈ സിൻഡിക്കേറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി തന്നെ അത് റദ്ദാക്കപ്പെട്ട് പോകുന്നതാണ് എന്ന സ്റ്റാറ്റ്യൂട്ട് പറയുകയാണ്. അതിനെയാണ് ലംഘിക്കുന്നതെങ്കിൽ ഗവർണർക്കാണ് നൊന്തിട്ടുള്ളത് എന്ന് പറയുന്നതിൽ നിങ്ങൾ എന്നോട് പരിഭവിക്കേണ്ട. ഷാജി രാഘവൻ ഉണ്ടല്ലോ, എന്നോട് അക്കാര്യത്തിൽ പരിഭവിക്കേണ്ടതില്ല. ഇവിടെ ഗവർണർക്കാണ് നൊന്തിട്ടുള്ളത്. ഇതൊരു മന്ത്രിക്കെതിരായിട്ടാണ് ഏതെങ്കിലും ഒരു പരാമർശം ഹൈക്കോടതിയിൽ നിന്ന് വന്നതെങ്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ, ഷാജി രാഘവൻ ഉൾപ്പെടെ ഇവിടെ എന്തൊരു വിധത്തിലുള്ള വർത്തമാനമായിരുന്നതിന് മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലയിലേക്ക് എന്താ ഗവർണർ രാജിവെക്കണ്ടേ ഈ കാര്യത്തിൽ? അല്ല, ഗവർണർ തിരിച്ചങ്ങ് പോകണം, എന്നെ അങ്ങ് വിളിക്കണമെന്ന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേലാളന്മാരോട് എൻ്റെ പൊന്നോടേത് എന്നെ അങ്ങോട്ടൊന്ന് മാറ്റിത്തരണമെന്ന് പറയേണ്ടത് ഒരു മാന്യതയൊക്കെ വേണ്ടേ ഗവർണർ എന്ന് പറയുന്ന ഒരു പദവി? ഗവർണറോടാണ് പോരെ, എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമാണ്.